എവിടെയായിരുന്നു ഇത്ര നേരം? കാറിന്റെ ടയർ പഞ്ചറായി. പിന്നെ ഇന്ദു അല്ല അച്ചുവേട്ടന് ഒരു ലിഫ്റ്റ് തരായിരുന്നു. ഏട്ടനറിയില്ലേ? നല്ല ചോദ്യം. രാമേഷനും ഞാനും പഴയ ഫ്രണ്ട്സ് അല്ലേ? സ്കൂൾ മേറ്റ്സ്, കോളേജ് മേറ്റ്സ്. അതുപോലെ ഞങ്ങളെ കണക്ട് ചെയ്യുന്ന ഒരുപാട് പഴയ കഥകളുണ്ട്. അല്ലടാ പൂശാരി. പൂശാരി എന്ന് വിളിച്ച അവൻ്റെ ടെമ്പർ തെറ്റും. സ്കൂൾ ടൈമിൽ വീണ ഇരട്ട പേരാ. അനു കേറിപ്പോ. ഓ, താനെന്താ രാമേഷൻ എന്നെ അകത്തേക്ക് ക്ഷണിക്കാത്തത്? ഇന്ദുടാ നീ പോ. എൻ്റെ പെങ്ങളെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. പറഞ്ഞു തൻ്റെ അനിയത്തി. അവൾ കൊള്ളാവടോ. തനിക്കും തൻ്റെ അച്ഛനും ഇല്ലാത്തൊരു സെൻസ് ഓഫ് ഹ്യൂമറും ഒരു ക്യാരക്ടറും ഉണ്ടാ കൊച്ചിന്. മോനെ ദിനേശ, കൊള്ളാവുന്ന വല്ലവൻ്റെ കൂടെ പറഞ്ഞു വിടാവള്ളേ. അറിയോ നിനക്കവരെ? കോലപ്പുള്ളിയാ കോലപ്പുള്ളി. എന്ത് ധൈര്യത്തിലാണ് നീ അവന്റെ കൂടെ വണ്ടി കയറി വന്നത്? പെണ്ണ് കാണാൻ വന്ന കൂട്ടര് നിന്നെ അവന്റെ കൂടെ കെട്ടിയെടുക്കുന്നത് കാണാൻ കൂടെ ഉണ്ടായിരുന്നാൽ എന്താ സംഭവിക്കാന്നറിയോ? ആ എണ്ണം കേട്ട നായിന്റെ മോന്റെ ദൃഷ്ടി പതിഞ്ഞാ മതി. പിഴച്ചു എന്ന് കരുതുന്ന നാട്ടുകാര്. എന്റെ ദൃഷ്ടി പതിഞ്ഞിട്ട് പിഴച്ചുപോയ എത്ര പെണ്ണുങ്ങളുണ്ടോ തന്റെ തറവാട്ടില്? പറയണോ? എന്റെ ദൃഷ്ടി എന്റെ മൂന്നാം കണ്ണ് തുറന്ന് തന്നെയും തന്റെ മകനെയും ഭസ്മമാക്കേണ്ടിയിരുന്നതാണ്. മറന്നിട്ടില്ലല്ലോ ഒന്നും. താൻ എന്നെ വിശേഷിപ്പിച്ചല്ലോ കൊലയാളിന്ന്. ആരാടോ കൊലയാളി? ഇവനല്ലേ അത്? പോൾ ആസാദ് എന്ന എന്റെ സുഹൃത്തിനെ ബിയർ ബോട്ടിൽ പൊട്ടിച്ച് പള്ളക്ക് കയറ്റി കൊന്നവൻ ഇവൻ. ഇന്ദു ചൂടന് സിവിൽ സർവീസ് ലിസ്റ്റിൽ 1ാം റാങ്ക് കിട്ടിയത് ആഘോഷിക്കുകയായിരുന്നു ഞങ്ങൾ. അതിനിടയിൽ ഈ നാറി മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ ചെയ്ത തന്തയില്ലാത്ത പണിക്ക് പോലീസ് അറസ്റ്റ് ചെയ്ത് എന്നെ അറസ്റ്റ് ചെയ്യിച്ചു. താനും മണപ്പള്ളി മാധവൻ നമ്പ്യാരും കൂടെ CI ശങ്കരനാരായണനെ കൊണ്ട് എന്റെ കയ്യിൽ വിലങ്ങ് വെപ്പിച്ചു. എല്ലാം പഴങ്കഥകളായി. കർമ്മദോഷത്തിന്റെ ശാപഫലമായി കരുതി എല്ലാം മറക്കാൻ ശ്രമിക്കുന്ന എന്നെ ഒരു വെറും വാക്കിന്റെ മുന കൊണ്ടുപോലും ഇനി കുത്തി നോവിച്ചാൽ കത്തിച്ചുകളയും ഞാൻ പച്ചയ്ക്ക്. മനസ്സിലായടോ കോപ്പിൽ നായരെ?